ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഡേ ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ്. അപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കാച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണ് ക്ലാസ് എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും, യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് മാപ്പ് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ബാഗുണ്ട്. ബാഗിൽ ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ ഒരു ബുക്കുണ്ട്, പെന്നുണ്ട്, പിന്നെ കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ, ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ബോട്ടിലുണ്ട്, വാട്ടർ ബോട്ടിൽ. ഇതൊക്കെയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തായതുകൊണ്ട് ഞാൻ ഉച്ചക്കൊക്കെ എന്തായാലും ഒഴിവുണ്ടാവും. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇപ്പം എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഇന്ന് നല്ല തിരക്കായിരിക്കും, നല്ല ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ പോയി നോക്കട്ടെ, എവിടെയാണ് ക്ലാസ് എന്നൊന്നും അറിയില്ല. ക്ലാസ് പോയിട്ട് കണ്ട് മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു മാപ്പ് കാണാൻ കഴിയും. അതിൽ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളതൊക്കെ കാണും. അപ്പോൾ എൻ്റെ ക്ലാസ് വരുന്നത് റൈറ്റ് ബിൽഡിംഗ് ആണ്. റൈറ്റ് ബിൽഡിങ്ങിൽ 5F. നമുക്കിതിൽ മാപ്പിൽ നോക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ 5 എടുക്കുക, 5 ആൻഡ് ഇവിടുത്തെ F നോക്കുക. ഏത് സൈഡിൽ F നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ബിൽഡിംഗ് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. യൂണിവേഴ്സിറ്റിൻ്റെ ID കാർഡൊക്കെ ഇട്ടു കാണാം. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ID കാർഡ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ എവിടെയാണ് ക്ലാസ് അവിടെയൊക്കെ നടന്നു പോട്ടെ. ഓക്കെ, കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് നടന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. യൂണിവേഴ്സിറ്റിൻ്റെ ഉൾഭാഗമാണ് ഇതൊക്കെ. ഓക്കെ, ഇതാണ് ലേണിംഗ് റിസോഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കളക്ട് ചെയ്തത്. ഇനി അങ്ങോട്ടാണ് നടക്കാനുള്ളത്. ആ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങിൽ ചുറ്റും നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഓരോന്നും ഓരോ ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിക്കും. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്, റൈറ്റ് ബിൽഡിങ്. അപ്പോൾ ഇവിടെയാണ് ക്ലാസ് എന്ന് തോന്നുന്നു. നോക്കട്ടെ ഏതാണ് ക്ലാസ് റൂം എന്നൊക്കെ. അങ്ങനെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഒരു ക്ലാസ്. ആ ക്ലാസ് അല്ല, അതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ എത്രയോ ക്ലാസ്സുകളുണ്ട്. ഇവിടെ ഇത് ഒരു കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്, കുറച്ച് വലിപ്പമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫുൾ മലയാളികളും ഫുൾ ഇന്ത്യക്കാരും മാത്രമുള്ള യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ആ ഒരു റൈറ്റ് ബിൽഡിങ്ങിൽ കയറിയതിന് ശേഷം ഒരൊറ്റ മലയാളിനെ പോലും കാണാനില്ല. ഐ മീൻ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഞാൻ അവിടെ മെയിനായിട്ട് ലൈഫ് സയൻസ്, അങ്ങനത്തെ മെഡിക്കൽ, അങ്ങനത്തെ ഫീൽഡ് ആണുള്ളത് കൂടുതലായിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്നു, കുറേ തപ്പി നടന്നു എൻ്റെ ക്ലാസ് തപ്പാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ ക്ലാസ്സിനും ഒരു നമ്പർ ഉണ്ടാവുക, F309 അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ പലയിടത്തും കുറേ നടന്ന് അങ്ങനെ ഒരാളോട് ചോദിച്ചു. ഞാനത് ഇംഗ്ലീഷ് ആയിട്ടാണെന്ന് വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചു പോയി. പക്ഷെ പെട്ടെന്നാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് മലയാളിയാണെന്ന് തോന്നിയപ്പോൾ മലയാളിയാണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ മലയാളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരാണ്, ഏകദേശം തൃശ്ശൂർ ഭാഗത്താണ്, അല്ല കോഴിക്കോട് ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. നേരെ സെയിം ക്ലാസ്സാണ്. അങ്ങനെ വേഗം പോയി. അങ്ങനെ ക്ലാസ്സിൽ കയറിയിരുന്നു. ID കാർഡ് നമുക്ക് ടാപ്പ് ചെയ്താൽ മതി. കയറുന്നിടത്ത് എന്തുണ്ടാവും, ഒരു ചെറിയൊരു ബ്ലാക്ക് മെറ്റൽ പോലത്തെ സാധനം. ആ മെറ്റലിന് എന്താക്കിയ ടാപ്പ് ചെയ്ത് കയറുക. അപ്പം അറ്റൻഡൻസ് അവിടെ നമുക്ക് റെഡി ആവും. അതാണ് അറ്റൻഡൻസ് അവിടെ രേഖപ്പെടുത്തും. പിന്നെ നമുക്ക് ക്ലാസ്സിലിരിക്കാം. ഏകദേശം 9 മണി മുതൽ 1 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 2 മണി വരെ ബ്രേക്കും, 2 മണി മുതൽ 4 മണി വരെ അടുത്ത ക്ലാസ്സും. ഐ മീൻ ഒരു രണ്ട് പീരീഡൊക്കെ ആയിട്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. ഫുൾ PPT പ്രസൻറ്റേഷനാണ്. PPT പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അവരെ സംസാരം കൂടി കേൾക്കുമ്പോൾ ഏകദേശമൊക്കെ നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്തായാലും. കാരണം ഫുള്ള് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിടത്ത്
എൻ്റെ ക്ലാസ്സിൽ മാക്സിമം ഒരു 5 മലയാളികളാണ് ഉള്ളത്. ബാക്കിയൊക്കെ അധികം ഇംഗ്ലീഷുകാർ തന്നെയാണ്, ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക ആഫ്രിക്കക്കാരുണ്ട്, കുറച്ച് എന്താ പറയുക ഇന്ത്യക്കാർ കുറച്ച് 1-2 ഉണ്ട് തോന്നുന്നുണ്ട്, ഒരു സിക്കുകാരനെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. എന്തായാലും ക്ലാസ്സും യൂണിവേഴ്സിറ്റി ഒക്കെ അടിപൊളി തന്നെയാണ്. കാരണം യൂണിവേഴ്സിറ്റി അത്രയും വലുതാണ്. ഒരു കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടായിരിക്കും ഇത്രയും കറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒരു ക്ലാസ് കണ്ടെത്താൻ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടും ജസ്റ്റ് ഒന്ന് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ തിരിയേണ്ടി വരും. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്താണെന്ന് അറിയില്ല, അത് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല, അത് ഫസ്റ്റ് ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ടീച്ചിങ് കൾച്ചറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡിലും സെക്കൻഡ് പീരീഡിലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തേർഡ് പീരീഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേപ്പർ തരും വായിക്കാൻ. ഓരോ കേസ് സ്റ്റഡികളാണ്. ഞാൻ സൈക്കോളജി ആയതുകൊണ്ട് കേസ് സ്റ്റഡികളാണ് തരുന്നത്. അപ്പോൾ കേസ് സ്റ്റഡികൾ ഇരുന്ന് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻ ടീച്ചറോട് ഡിസ്കഷൻ ചെയ്യും, ലെക്ചറോട് ഡിസ്കഷൻ ചെയ്യും. അതേപോലെ തന്നെ സ്റ്റുഡൻസും ഉള്ളിലും അങ്ങനെ എന്താ പറയുക ആദ്യം പരസ്പരം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഡേ അതായത് ഹെർട്ട്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഡേ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, നൈസായിരുന്നു. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇന്നും ക്ലാസ് ഉണ്ട്. വീക്ക്ലി 2 days ആണ് ക്ലാസ് വരുന്നത്. ബുധന് വ്യാഴാണ് ക്ലാസ് വരുന്നത്. എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, 3 ദിവസം ക്ലാസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ ഫസ്റ്റ് ഡേ. ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇനി പോകാൻ നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.